എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്പിൻ മോപ്പിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും സ്പിൻ മോപ്പ് കാണിച്ചപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പിൻ മോപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പം ഞാൻ ഈ അടുത്തായിട്ടൊരു പുതിയ മോപ്പ് വാങ്ങിച്ചു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ നമുക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇത് സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു മോപ്പാണ്. എൻ്റെ പഴയ മോപ്പ് കുറച്ച് കംപ്ലൈൻ്റ് ആയി, അപ്പോൾ അത് വാങ്ങിയിട്ടൊരു 4 വർഷമായി. അപ്പം ഞാൻ ഇത്തവണ ഒരു പുതിയ മോപ്പ് വാങ്ങിച്ചു. ഓൺലൈനല്ല, സാധാരണ വീടിനടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. സ്പാർക്ക് മേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ മോപ്പാണ്. സാധാരണ ഒരു മോപ്പാണ്, ഒത്തിരി ഹൈ ലെവൽ ടെക്നോളജീസ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു മോപ്പ്. അപ്പം നമുക്ക് സ്പിൻ മോപ്പ് തന്നെ പല റേഞ്ചിൽ പല മോഡലിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ബേസിക് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇതിൽ താഴെയായിട്ട് ചക്രങ്ങളുള്ള മോഡലുണ്ട്, അതുപോലെ 2 ബക്കറ്റ് വരുന്ന മോഡലുണ്ട്. അങ്ങനെ പല ടൈപ്പ് സംഭവങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒന്നാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുക. അപ്പം നല്ലൊരു പാക്കേജിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് 2 റീഫില്ലറുകളുണ്ട്. അതായത് നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ മൈക്രോ ഫൈബറിൻ്റെ 2 റീഫില്ലറുകൾ ഇതിലുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങുമ്പോൾ 4 എണ്ണം 5 എണ്ണം അങ്ങനെയൊക്കെ ഓഫറിലൊക്കെ കാണാറുണ്ട്. അപ്പം നിങ്ങൾ ഓൺലൈനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഈ മൈക്രോ ഫൈബറിൻ്റെ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. അപ്പം അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. അല്ലെങ്കിൽ മൈക്രോ ഫൈബറിൻ്റെ ആ ക്ലോത്തിന് അധികം ക്വാളിറ്റി ഉണ്ടാവില്ല, അപ്പോൾ പെട്ടെന്ന് നാശമായി പോകും. അതുപോലെ തന്നെ വെള്ളം അധികം വലിച്ചെടുക്കില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് ഹെവി ക്വാളിറ്റി അല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലേ, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വാറണ്ടി ഉണ്ട്, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, അധികം വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ 2 റീഫില്ലറുകളുണ്ട്, പിന്നെ ആ ബക്കറ്റ്, പിന്നെ ഈ കാണുന്നൊരു പാർട്ട്, ഇതിൻ്റെ ഭാഗത്താണ് നമ്മൾ ആ റീഫില്ലർ പിടിപ്പിച്ച് കൊടുക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തുടയ്ക്കുന്നത്. ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു സ്റ്റിക്കുണ്ട്. സ്റ്റിക്ക് 2 പാർട്ടായിട്ടാണുള്ളത്, അത് നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 പാർട്ടായിട്ട് വരും. അപ്പോൾ ചിലത് പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, ചിലത് സ്റ്റീലും കൂടെ മിക്സ് ചെയ്തതായിട്ടുണ്ട്. അപ്പം എൻ്റെ സ്റ്റിക്ക് പ്ലാസ്റ്റിക്കും സ്റ്റീലും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതിന് മുന്നുണ്ടായിരുന്നത് കൂടുതലായിട്ടും പ്ലാസ്റ്റിക് ആയിരുന്നു മെയിനായിട്ട് അതിലുണ്ടായിരുന്നത്. പക്ഷെ അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 4 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു മോപ്പിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് പൊട്ടി. അപ്പോൾ അതുകൊണ്ട് അത് അധികം ഉപയോഗിക്കാൻ പറ്റാതെയായി. അങ്ങനെയാണ് ഞാനത് മാറ്റി പുതിയത് വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റിക്ക് ഇരിക്കുന്നത്. ഇത് നമുക്കിനി മറ്റതിൻ്റെ ഉള്ളിലേക്ക് ഘടിപ്പിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ക്ലിപ്പുണ്ട്. അപ്പോൾ താഴത്തേക്ക് പൊക്കാനും താത്താനും ഒക്കെ ഈ ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു കുഞ്ഞു കുട്ടിക്ക് വരെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ക്ലിപ്പ് അടച്ചു വെക്കുകയാണെങ്കിൽ ആ സ്റ്റിക്കിൻ്റെ നീളം നമുക്ക് കുറയ്ക്കാം, അത് തുറക്കുകയാണെങ്കിൽ അതിൻ്റെ നീളം കൂട്ടാം. പിന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ആ റൊട്ടേറ്റിംഗ് ആ ഒരു ഹാൻഡിലുള്ളിൽ നമുക്ക് ഈ ഹാൻഡിൽ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ റീഫില്ലറും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്കിനി ആ റീഫില്ലർ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റീഫില്ലർ ഇടാനും എടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഓരോ തവണ വീട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ റീഫില്ലർ ഊരി മാറ്റി നമ്മുടെ ഈ മോപ്പിൻ്റെ ഈ പാർട്ട് കഴുകിയെടുക്കാം. അതായത് ഈ മൈക്രോ ഫൈബറിൻ്റെ ഈ ക്ലോത്ത് വരുന്ന ഈ ഭാഗം നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തുടച്ച ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ച് ഊരിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പം നമ്മുടെ ഈ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് 90 ഡിഗ്രി ആംഗിളിൽ തിരിക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തറയൊക്കെ തുടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാണ്. അപ്പം നമുക്ക് ആ ബ്ലൂ പാർട്ട് വരുന്നിടത്ത് വെള്ളം ഫില്ല് ചെയ്യാം. വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ആ ഡ്രമ്മിൽ, അതായത് ആ മുകളിൽ കാണുന്ന വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അതിൽ മുട്ടാത്ത രീതിയിൽ വേണം ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ വേണം ഫില്ല് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിപ്പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഫില്ല് ചെയ്യുക. വെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഈ സ്റ്റിക്ക് മോപ്പോട് കൂടി അതിൻ്റെ ഉള്ളിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ആ ഡ്രം പോലെ കാണുന്ന ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി തിരിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വലിഞ്ഞ് പോയി കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലിഞ്ഞ് കിട്ടും.
അതിനുശേഷം നമുക്ക് തറയൊക്കെ തുടയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മുടെ കൈയൊന്നും അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വേറെ ചില ടൈപ്പ് മോപ്പുകളൊക്കെ കൊണ്ട് വീടൊക്കെ തുടയ്ക്കുമ്പോൾ വെള്ളം കളയാനായിട്ട് നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞൊക്കെ കൊടുക്കണം. അതും അല്ലെങ്കിൽ നമ്മൾ തുണികളൊക്കെ വെച്ച് തുടയ്ക്കുമ്പോഴും നമ്മൾ പിഴിഞ്ഞ് വെള്ളം കളയേണ്ടി വരും. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോയിക്കൊള്ളും. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബക്കറ്റിലാണല്ലോ മുക്കേണ്ടത്. അപ്പം ഓരോ തവണ നമ്മൾ മുക്കുമ്പോഴും ആ അഴുക്ക് അധികം തന്നെ കിടക്കും. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നമുക്ക് വേറെ ബക്കറ്റിൽ എടുത്തിട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ 2 ഡ്രമ്മ് വരുന്ന രീതിയിലുള്ള മോപ്പുകളും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വെക്കാം, പിന്നെ ഒരെണ്ണത്തിൽ അഴുക്ക് വെള്ളം, പിന്നെ നമുക്ക് വെള്ളം കളഞ്ഞ് ആ ഒരു രീതിയിലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ മോപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഇത് നമ്മൾ എന്തെങ്കിലും ഫർണിച്ചറുകളുടെ അടിയിൽ, കട്ടിലിൻ്റെ അടിയിൽ, സോഫയുടെ അടിയിലൊക്കെ തുടയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഒരുപാട് കമന്ന് കിടന്ന് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ മോപ്പ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റം വളരെ ഗുണകരമാണ് നമുക്ക് തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട് തുടയ്ക്കാം. അതുപോലെ അഴുക്കുകളും നന്നായിട്ട് പോകും. അപ്പോൾ അഴുക്കുകൾ പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ മോപ്പ് വാങ്ങുമ്പോൾ ഇതിൻ്റെ ആ ക്ലോത്ത് ഉണ്ടല്ലോ, മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നോക്കുക. നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണെങ്കിൽ നന്നായിട്ട് അഴുക്കൊക്കെ പോവും, വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു പോവും. അപ്പം ഞാൻ ഈ മോപ്പ് വാങ്ങിച്ചപ്പോൾ 900 രൂപയാണ് ആയത്. പല വിലയിലുള്ള മോപ്പുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പ്രസ്റ്റീജ് പോലുള്ള വലിയ ബ്രാൻഡുകളുടെ മോപ്പുകളുണ്ട്, അതുമല്ലാതെ സാധാരണ ലോക്കലായിട്ടുള്ള മോപ്പുകളും ഉണ്ട്. അപ്പോൾ പല ബ്രാൻഡിനും പല വിലയാണ്. ചിലതിന് നല്ല വിലയുണ്ട്, കാരണം ബ്രാൻഡ് വാല്യൂ അനുസരിച്ച് ഓരോ സാധനത്തിനും വില കൂടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നല്ല വിലയുണ്ട്. പിന്നെ വാറൻറ്റി എത്ര വർഷമാണെന്നുള്ളതിനനുസരിച്ച് വില കൂടും. അങ്ങനെ പല ഓപ്ഷനുകളുണ്ട്. പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ മുതലായ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും നമുക്ക് ഈ മോപ്പ് വാങ്ങാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ എറണാകുളത്ത് ബിസ്മി എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ സാധാരണ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങാം. ഓൺലൈനായിട്ടൊക്കെ വാങ്ങുമ്പോൾ നല്ല റിവ്യൂ ഉള്ള ഐറ്റം നോക്കി വാങ്ങുക. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടായി തീരും. മാത്രമല്ല മൈക്രോ ഫൈബറിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണോ എന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പ് വരുത്താനും ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും പല വീഡിയോസിലായി റിക്വസ്റ്റ് വരാറുണ്ട്, സ്പിൻ മോപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള മോപ്പ് ഞാനൊരു 4 വർഷം ഉപയോഗിച്ചു. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മോപ്പ് നോക്കി നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാം. അപ്പോൾ 4 വർഷമൊന്നുമല്ല, അതിൽ കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ശ്രദ്ധിക്കുക, ഒരുപാടിട്ട് വലിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ക്ലിപ്പൊക്കെ പൊട്ടിപ്പോവാതെയൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ ക്ലിപ്പ് പൊട്ടിപ്പോയാൽ മോപ്പ് കറക്റ്റായിട്ട് ഇരിക്കില്ല. അതുപോലെ തന്നെ താഴത്തെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഭാഗവും പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം ഈ മോപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇതിൽ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന റീഫില്ലറുകൾ നമുക്ക് കടയിൽ നിന്ന് വേറെ വാങ്ങാൻ കിട്ടും. മിക്കത് എല്ലാം തന്നെ ഒരേ സൈസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് ബ്രാൻഡ് മോപ്പാണെങ്കിലും നമുക്ക് സെയിം റീഫില്ലറുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ച പോലെ 2 എണ്ണം കിട്ടും, ചിലപ്പോൾ 1 എണ്ണേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതിൽ കൂടുതൽ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ റീഫില്ലറുകൾ എപ്പോഴും 1ഓ 2ഓ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. കാരണം 1 എണ്ണം അഴുക്കായാലും നമുക്ക് അടുത്തത് ഉപയോഗിക്കാം. പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ സ്പിൻ മോപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.